വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ് നിർമ്മാണം ആരംഭിച്ചു. പഞ്ചായത്തിലെ 13ാം വാർഡിൽപ്പെടുന്നതാണ് ഇളങ്കുന്ന് സ്ട്രീറ്റ് റോഡ്. കെ രാമചന്ദ്രൻ MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ വീട്ടിലേക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട് റോഡിൻ്റെ അരികിൽ താമസിക്കുന്ന ഇവിടുത്തെ 2-3 പേര് വീട്ടിൽ വരെ ഉണ്ടായി. കുറേയേറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അവർ അപ്പുറത്തെ റോഡ് നന്നാക്കി, ഇപ്പുറത്തെ റോഡ് നന്നാക്കി, ഞങ്ങളുടെ മാത്രം ശരിയാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പുറത്ത് നന്നാക്കി അത്രയും കഴിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു അത്രയും കഴിഞ്ഞല്ലോ, നമ്മുടെ നന്നാക്കല്ലേ വേണ്ടോ, നമുക്കത് പരിഹരിക്കാം എന്ന രീതിയിൽ പറയുകയും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന മനോജായിട്ട് സംസാരിക്കുകയും മനോജ് അത് നമുക്കത് ചെയ്യേണ്ടത് റോഡ് തന്നെയാണ്, നമുക്കത് ചെയ്യാം എന്ന രീതിയിൽ അന്ന് മറുപടി നൽകുകയും അതെന്നാൽ മനോജനോട് പറഞ്ഞു അതിനടിസ്ഥാനപ്പെടുത്തി ആ റോഡിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിങ്ങൾ MLA ഓഫീസിൽ കൊടുക്കൂ, നമുക്കത് അനുമതി നൽകാം എന്ന് പറയുകയും അങ്ങനെ മനോജ് കറക്റ്റ് ടൈമിൽ തന്നെ അതിൻ്റെ NOC മറ്റേ ഇവിടുന്ന് തീരുമാനമെടുത്ത് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അവിടെ എത്തിച്ചിരുന്നു. ഇത് മനോജ് സ്പെഷ്യൽ ഫണ്ടല്ലേ? എത്ര എമൗണ്ട്? അപ്പോൾ തന്നെ കൊടുത്തിരുന്നു. പിന്നെ അത് ടെൻഡർ ഇട്ടിട്ട് ആളില്ലാത്തൊരു പ്രശ്നം വന്നുകൊണ്ടില്ലേ ആദ്യ റൗണ്ടിൽ? എത്രാമത്തെ ടെൻഡർ അത്? രണ്ടാമത്തേൽ. ആദ്യത്തെ ടെൻഡർ ഇട്ടു. അപ്പോൾ നമ്മളത് പൈസ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പൈസ അനുവദിക്കുക. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ മുഖ്യാതിഥിയായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചൊവ്വാഴ്ച തൊട്ട് ഈ പണി തുടങ്ങുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ ഭാഗത്തുള്ളവർ അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എന്നെന്നും എന്നെ വിളിക്കുകയും എന്നാണ് ഈ റോഡ് പണിയുക എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാറുണ്ട്. ഇതിന് ബന്ധപ്പെട്ട് എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റോഡ് ഇത്രയും നല്ല രീതിയിൽ. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, വാർഡ് മെമ്പർ വിൽസൺ പിടിയത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് വല്ലച്ചിറ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.